ഹലോ ഫ്രണ്ട്സ്, ഒരു വെഡ്ഡിങ്ങിനോ പാർട്ടിക്കോ ഒക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നമുക്ക് ആദ്യം ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ലാക്മേയുടെ കംപ്ലീറ്റ് കംഫർട്ട് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഒരു 10 to 15 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ആ മോയ്സ്ചറൈസർ സ്കിന്നിലോട്ട് നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു പ്രൈമർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ലാക്മേയുടെ അബ്സല്യൂട്ട് പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരു പെയിൻറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ക്യാൻവാസ് നല്ല സ്മൂത്തായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കവിടെ പെയിൻറ്റ് ചെയ്യാൻ എളുപ്പമല്ലേ, ഈസി ആകത്തില്ലേ. അതുപോലെ നമ്മുടെ സ്കിന്നിലുള്ള പോഴ്സൊക്കെ കവർ ചെയ്യാനും നമ്മുടെ സ്കിൻ നല്ല സ്മൂത്താക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൈമർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രൈമർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ ഈവനായിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് നല്ല എളുപ്പമായിരിക്കും. ഇനി നമുക്കൊരു കൺസീലർ യൂസ് ചെയ്യണം. ഞാനിവിടെ ലാഗേളിൻ്റെ പ്രോ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എവിടെയൊക്കെയാണോ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളത് അവിടെയൊക്കെ നമ്മളൊന്ന് കൺസീലർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ലാഗേൾ പ്രോ കൺസീലർ പ്യുവർ ബേജ് എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിനൊരു പീച്ച് അണ്ടർടോൺ ആണുള്ളത്. നമുക്ക് ഈ പീച്ച് കളറ് കണ്ണിനടിയിലുള്ള ഡാർക്ക് സർക്കിൾസും ബ്ലൂ ഷെയ്ഡും ഒക്കെ കവർ ചെയ്യാനായിട്ട് നന്നായിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് കൺസീൽ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തത്. ഇപ്പം നമ്മുടെ കൺസീലറൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മെബിലൈൻ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഷെയ്ഡ് നമ്പർ 228 ആണ്. സോഫ്റ്റ് ടാൻ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ഫൗണ്ടേഷൻ കുറച്ച് എൻ്റെ കയ്യിലെടുത്തിട്ട് പൊട്ട് തൊടുന്നത് പോലെ എല്ലായിടത്തും ഒന്ന് തൊട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഞാൻ ബ്രഷോ സ്പോഞ്ചോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. എൻ്റെ കൈകൊണ്ട് തന്നെയാണ് ഇത് ബ്ലെൻഡ് ചെയ്യുന്നത്. അത് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലായിടത്തും നന്നായിട്ട് ടാപ്പ് ചെയ്താണ് ഞാനിതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. നമുക്കിനി ഒരു കോമ്പാക്റ്റ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് എന്ന് പറയുന്ന ഒരു കോമ്പാക്റ്റാണ് ഇടുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ NC35 ആണ്. ഒരു ബ്രഷ് വെച്ച് ഞാൻ ഈ കോമ്പാക്റ്റ് എൻ്റെ ഫേസിലും നെക്കിലും എല്ലായിടത്തും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ഞാനിവിടെ ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഐഷാഡോ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ലാക്മേയുടെ പ്ലം ഫെദർ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഞാനിവിടെ ഐഷാഡോ ആയിട്ടും ലിപ്സ്റ്റിക്കായിട്ടും യൂസ് ചെയ്യുന്നത്. വിരലിൻ്റെ അറ്റത്ത് കുറച്ച് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് കണ്ണിൻ്റെ മുകളിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് കണ്ണിൻ്റെ മുകളിൽ ഇടുമ്പോഴത്തേക്കും കുറച്ച് കെയർഫുള്ളായിരിക്കണം. അത് കൂടിപ്പോയാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് കണ്ണിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് അതിനെ ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്കിനി ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഞാനിവിടെ ബ്രൗൺ കളറുള്ള ഒരു ഐഷാഡോ തന്നെ യൂസ് ചെയ്താണ് ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത്. ഒരു ചെറിയ ബ്രഷിൽ കുറച്ച് ഐഷാഡോ എടുത്തിട്ട് നമുക്ക് ഐബ്രോസിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തോട്ട് പതുക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. കണ്ണിൻ്റെ താഴെ എഴുതാനായിട്ട് ഞാൻ ലാക്മേ ഐക്കോണിക്കാണ് യൂസ് ചെയ്യുന്നത്.
ഞാൻ കുറച്ച് ഡാർക്കായിട്ട് തിക്കായിട്ട് തന്നെ കണ്ണിൻ്റെ താഴെ എഴുതി കൊടുക്കുന്നുണ്ട്. കളർ എസൻസിൻ്റെ ഐലൈനർ യൂസ് ചെയ്ത് ഞാൻ കണ്ണിൻ്റെ മോളൊന്ന് എഴുതി കൊടുക്കുകയാണ്. കണ്ണിൻ്റെ മോള് ഞാൻ ഒത്തിരി തിക്കായിട്ട് എഴുതുന്നില്ല, ഒരു തിൻ ലൈനാണ് ഞാൻ കൊടുക്കുന്നത്. ചെറിയൊരു സ്മഡ്ജ് ചെയ്ത ഇഫക്റ്റ് കിട്ടാനായിട്ട് ഞാൻ കണ്ണിൻ്റെ കോർണറിൽ ബ്ലാക്ക് കളറുള്ള ഐ ഷാഡോ ഒരല്പം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് മസ്കാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആകും. അതിനുവേണ്ടി ഞാനിവിടെ ലാക്മേയുടെ ഐക്കോണിക് കേളിംഗ് മസ്കാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പൗഡറാണ് കോണ്ടൂർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ചെവിയുടെ മുകളിൽ നിന്ന് ചുണ്ടിലോട്ട് ഒരു ലൈൻ ഇട്ടാൽ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ വേണം നമ്മൾ ചീക്സ് കോണ്ടൂർ ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്കിനി ചീക്ക് ബോൺസ് ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നെറ്റി കൂടുതലുള്ളവരാണെങ്കിൽ നെറ്റി കോണ്ടൂർ ചെയ്ത് കൊടുക്കാം. പതിഞ്ഞ മൂക്കുള്ളവർക്കും അല്ലെങ്കിൽ മൂക്കിന് കുറച്ച് കൂടുതൽ നീളം തോന്നിപ്പിക്കണം എന്നുള്ളവർക്കുമൊക്കെ മൂക്കിൻ്റെ 2 സൈഡും ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമുക്കിനി ബ്ലഷർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കളർ വർക്ക്ഷോപ്പിൻ്റെ ബ്ലഷറാണ് യൂസ് ചെയ്യുന്നത്. ചീക്ക് ബോണിൻ്റെ ഔട്ടർ കോർണറിലാണ് നമ്മൾ ബ്ലഷർ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഹൈലൈറ്റർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ റെവല്യൂഷൻ്റെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ഹൈലൈറ്റർ എൻ്റെ മൂക്കിൻ്റെ മുകളിലും കണ്ണിൻ്റെ മുകളിലും പിന്നെ ചുണ്ടിൻ്റെ മുകളിലും ഒക്കെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മെയിനായിട്ടും ചീക്കിലാണ് അപ്ലൈ ചെയ്യുന്നത്. റെവല്യൂഷൻ്റെ ഈ ഹൈലൈറ്റർ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഈ പാലറ്റിനകത്ത് 4 കളറിലുള്ള ഹൈലൈറ്റർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ സ്കിൻ ടോണിനും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് ഇതിനകത്ത് തന്നെ ഉണ്ട്. ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്ത ലാക്മേയുടെ ഷെയ്ഡ് തന്നെയാണ് ഞാനിവിടെ ലിപ്സ്റ്റിക്കായിട്ടും യൂസ് ചെയ്യുന്നത്.